നമസ്കാരം. ഒടുവിൽ MLA അൻവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. നാടകീയമായ രംഗങ്ങളോടെ ആയിരുന്നു ആ അറസ്റ്റ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇർളായിലെ ഒരാളെ ആന ചവിട്ടി കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ വനനിയമങ്ങളെ എതിർത്തുകൊണ്ട്, വനനിയമങ്ങൾ പരിഷ്കരിച്ചതിൽ തെറ്റുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനകീയ യാത്രയ്ക്ക് അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് PV അൻവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അറസ്റ്റ് ചെയ്യപ്പെടുകയും അതിനുശേഷം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് വാർത്ത. ഇവിടെ അൻവർ പറയുന്നത് ആദ്യത്തെ ഡയലോഗ് തന്നെ ഇതാണ്: മുസ്ലിം വിരോധം എവിടം വരെ എത്തി എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ അറസ്റ്റ് എന്നുള്ളതാണ്. അതായത് PV അൻവറിനെ പിണറായി വിജയൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ പറയുന്ന പിണറായി വിജയന് മുസ്ലിങ്ങളോടുള്ള വിരോധത്തിൻ്റെ അവസാനത്തെ ഉദാഹരണം, എത്രത്തോളം അവരോട് വിരോധമുണ്ട് എന്നുള്ളത്. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ PV അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് എങ്ങനെയാണ് മുസ്ലിം വിരോധം ഉണ്ടാകുന്നത്? ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് എങ്ങനെ മുസ്ലിം വിരോധം ഉണ്ടാകും? മുസ്ലിങ്ങൾ അപ്പാടെ കൊള്ളരുതാത്തവരാണ് എന്ന് എവിടെയാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്? നേരത്തെ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയെ സംബന്ധിച്ച് വിവാദം ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് PV അൻവർ, നമുക്കറിയാം. PV അൻവർ മതേതരനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മതേതര കക്ഷി രൂപീകരിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാര്യം എന്താണ്? ഇവിടെ പിണറായി വിജയനും RSSും തമ്മിൽ കൈ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. RSSനെ പിന്തുണയ്ക്കാൻ വേണ്ടി, RSSനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മുസ്ലിം വിരോധം കത്തിപ്പടർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് PV അൻവറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. PV അൻവർ ഈ ഒരു ജനകീയ യാത്രയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? DFO ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറുന്നു, അവിടെ ഉണ്ടായിരുന്ന പൂട്ട് തല്ലി തകർക്കുന്നു, അതിനുള്ളിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ ഇടിച്ചു കുത്തി അതിനകത്തേക്ക് കയറുന്നു, ഫർണിച്ചറുകൾക്കടക്കം നാശനഷ്ടം വരുത്തുന്നു. ഇതും പോരാഞ്ഞ് ആ മരണപ്പെട്ട ആളിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന താലൂക്ക് ആശുപത്രിയിലേക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് ധർണ നടത്തുന്നു, അവിടെ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണോ ഒരു MLA എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരു ജനകീയ മുന്നേറ്റ യാത്രയിൽ നടത്തേണ്ടത്? വനനിയമത്തിനെതിരെയാണ് ഞങ്ങളുടെ നീക്കമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊന്നും അല്ല ഇദ്ദേഹത്തിൻ്റെ PV അൻവറിൻ്റെ ലക്ഷ്യം. PV അൻവറിൻ്റെ ലക്ഷ്യം DMK എന്ന് പറയുന്ന ഒരു മുന്നേറ്റത്തെ, അല്ലെങ്കിൽ DMK എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കുക. അതിലേക്ക് അദ്ദേഹം കൂട്ടിക്കലർത്താൻ പോകുന്നത് മുസ്ലിം വിരോധം പിണറായിക്കുണ്ട്, അവിടെ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് PV അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ വനനിയമത്തിനെതിരായി ജനങ്ങളോട് കൂറുണ്ടായിട്ടൊന്നുമല്ല. വർഗീയതയിലൂടെ തനിക്ക് വളരണം, വർഗീയതയിലൂടെ താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വർഗീയത പറഞ്ഞുകൊണ്ട് നേടിയെടുക്കണം. ഇതൊക്കെയാണ് PV അൻവർ ലക്ഷ്യം വെക്കുന്നത്. തനിക്ക് ജീവനുണ്ടെങ്കിൽ തിരികെ എത്തുമെന്നും തിരികെ എത്തി ഈ പ്രതിഷേധം തുടരും എന്നുമാണ് PV അൻവർ അറിയിച്ചിരിക്കുന്നത്. അത് നല്ല കാര്യം തന്നെ. അതിനെ വളരെ ഫലപ്രദമായ പല മാർഗങ്ങളിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ പോലീസുകാരുടെ കർത്തവ്യത്തിൽ നിന്നും അവരെ തടയിടുന്ന രീതിയിൽ, ഒരു പൊതുമുതൽ നശിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയാണോ ഒരു ജനകീയ മുന്നേറ്റം നടത്തേണ്ടത്? ഒരിക്കലുമല്ല. അതിനൊക്കെ ഇവിടെ എത്രയോ ജനകീയ യാത്രകൾ ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും ജനകീയ യാത്രകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ഈ രീതിയിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സർക്കാരിൻ്റെ, അതായത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരം വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള വനനിയമമാണ് നടപ്പിലാക്കുന്നതെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് ഈ രീതിയിലാണോ? ഈ രീതിയിലേ അല്ല. അത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും ജനങ്ങളിൽ അതിന് വേണ്ട ഒരു ചാലക ശക്തിയായി മാറാനുമാണ് ശ്രമിക്കേണ്ടത്. DFO ഓഫീസ് തല്ലിത്തകർത്തുകൊണ്ടോ അതിനുള്ളിലെ ഫർണിച്ചറുകൾ നശിപ്പിച്ചതുകൊണ്ടോ അവിടുത്തെ പൂട്ട് പൊളിച്ചതുകൊണ്ടോ ഒന്നും ഒരു ജനകീയ യാത്രയായി മാറുന്നില്ല. ഇതൊക്കെ PV അൻവർ വരുത്തി വെക്കുന്നതാണ്. ഇതെല്ലാം താൻ എന്തോ വലിയ ഒരാളാണ് എന്ന് PV അൻവർ സ്വയം ധരിക്കുന്നു. ഞാനില്ലെങ്കിൽ കേരളമില്ല. ഇവിടെ പിണറായി വിജയനും P ശശിയും അടങ്ങുന്ന ഒരു കോക്കസ് തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, തന്നെ അറസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, തന്നെ എല്ലാവിധ നീക്കങ്ങളിൽ നിന്നും തനിക്ക് തടയിടൽ നടത്തുന്നു. ഇതൊക്കെയാണ് PV അൻവർ വളച്ചൊടിച്ചു കൊണ്ടുവരുന്നത്. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് വർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമവും നടത്തുന്നു. എന്നിട്ട് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ VD സതീശൻ, രമേശ് ചെന്നിത്തലയും K സുധാകരനും ഒക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത് അൻവറിനെ അറസ്റ്റ് ചെയ്ത് വളരെ മോശമായി പോയി എന്നുള്ള രീതിയിൽ. ഇതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇപ്പം തൽക്കാലം മുന്നണി വിടാൻ പറ്റുന്ന അവസ്ഥയിലല്ല. മുന്നണി വിട്ടാൽ LDF എന്ന് പറയുന്ന മുന്നണി PV അൻവർ എന്തുകൊണ്ട് വിടുന്നില്ല? കാലം എത്രയായി PV അൻവർ പിണറായി വിജയനെയും P ശശിയെയും LDFിലുള്ള സകലമാന ആൾക്കാരെയും തോന്നിവാസം പറഞ്ഞുകൊണ്ട് തെക്ക് വടക്ക് നടക്കുന്നു. എന്തുകൊണ്ടാണ്? ചങ്കൂറ്റമുണ്ടായിരുന്നെങ്കിൽ PV അൻവർ LDF വിട്ട് UDFിലേക്കോ അല്ലെങ്കിൽ സ്വതന്ത്ര പാർട്ടിയായോ മാറണമായിരുന്നു. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് പിന്തുണ പിൻവലിക്കണം LDF സർക്കാരിനുള്ള.
അതിന് തൻ്റെ ഇടമുണ്ടോ? അതിന് തൻ്റെ ഇടവിട്ട് കാണിക്കുന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ചങ്കൂറ്റമുള്ള ഒരാളായി PV അൻവറിനെ അംഗീകരിക്കുക? അതിനുശേഷം തുറന്നു നടക്കുന്ന ഇലക്ഷനെ നേരിടാൻ തയ്യാറുണ്ടോ? PV അൻവർ എന്ന് പറയുന്ന വ്യക്തി മുന്നണി മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. മുന്നണിയിൽ നിന്ന് പുറത്തു പോകണം. പുറത്തുപോയി അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തൻ്റെ ഇടമുണ്ടോ എന്നുള്ള ചോദ്യമാണ് PV അൻവറിനോട് ചോദിക്കാനുള്ളത്. അതിനൊന്നും തൻ്റെ ഇടമില്ലാതെ താനെന്തോ വലിയ ആളാണെന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടി കാശിൻ്റെ അഹങ്കാരവും കൊണ്ട് കുറേയധികം ആൾക്കാരെ വിലക്കെടുത്തുകൊണ്ട് തനിക്കൊപ്പം നിർത്തിക്കൊണ്ട് DMK മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് നടത്തുന്ന വെറും പ്രഹസനങ്ങൾ മാത്രമാണ് ഇതൊക്കെ. പിണറായി വിജയനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നത്, PV അൻവർ വിചാരിക്കുന്നത്, അടുത്ത തവണ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ, അതായത് 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ LDF മൂക്കുകുത്തി താഴെ വീഴുമെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. മൂക്കുകുത്തി താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ UDFന്റെ കീഴിലല്ലേ അധികാരം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തനിക്ക് ഭരിക്കുന്ന പാർട്ടിയുടെ ഘടകമായി മാറാൻ സാധിക്കും. ഇനിയും പിണറായി പറയുന്ന പോലെ VD സതീശിനെയും KPCC അധ്യക്ഷനെയും ഒക്കെ ഭയപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ 10 MLA-മാരെ പിൻവലിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അവരുടെ മുന്നിൽ ഒരു പൊറാട്ട് നാടകം കളിക്കാം, എനിക്ക് മന്ത്രിസ്ഥാനം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് PV അൻവർ ഈ നാടകം അത്രയും കളിക്കുന്നത്. ഈ നാടകം മനസ്സിലാകാതെയാണോ, ഇനിയും അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ നടിക്കുകയാണോ UDF നേതൃത്വം എന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണല്ലോ KPCC അധ്യക്ഷൻ ഈ അറസ്റ്റിനെ അപലപിച്ചത്. ഇങ്ങനെ അപലപിക്കാൻ മാത്രം, അല്ലെങ്കിൽ KPCC അധ്യക്ഷൻ അപലപിക്കാൻ മാത്രം എന്താണ് PV അൻവർ എന്ന് പറയുന്ന നേതാവിൽ നിന്നും UDF പ്രതീക്ഷിക്കുന്നത്? ഈ പറയുന്ന സകലമായ ആൾക്കാരെയും ഇവിടെ കള്ളത്തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് കള്ളത്തെളിവുകൾ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കിയതാണോ PV അൻവറിനുള്ള ഏറ്റവും വലിയ മഹനീയത, മാഹാത്മ്യം? അതുകൊണ്ടാണോ ഈ PV അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതോ PV അൻവറിന്റെ പാർട്ടി വിചാരിച്ചിട്ടാണോ അങ്ങ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചത്? അതോ PV അൻവർ അവിടെ നിർത്തിയിരുന്ന, പാലക്കാട് നിർത്തിയിരുന്ന സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് കൊണ്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ 18,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് എന്നാണോ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്? അപ്പോൾ ഇതൊന്നും അല്ല യാഥാർത്ഥ്യം. ഇവിടെ ഈ പറയുന്ന PV അൻവർ പിന്തുണച്ചാലും ഇല്ലെങ്കിലും ശരി, അവിടെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ജയിക്കും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ, കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും LDF ആയിട്ട് തന്നെ വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു പാലക്കാട്. അപ്പോൾ അങ്ങനെ PV അൻവറിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, അവിടെ ജയിക്കേണ്ടിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. അത് ജയിക്കുകയും ചെയ്തു. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി തന്നെ ജയിച്ചു. അത് ഈ പറയുന്ന PV അൻവറിന്റെ പിന്തുണ കൊണ്ടാണ് എന്ന് കോൺഗ്രസ് തെറ്റിദ്ധരിക്കുന്നുണ്ടോ? ഇത്രയേറെ PV അൻവറിനോട് ഇഷ്ടം കാണിക്കാൻ, PV അൻവറിന്റെ അറസ്റ്റിനെ അപലപിക്കാൻ മാത്രം, അദ്ദേഹം ചെയ്ത തെറ്റുകളെക്കുറിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇതുവരെ ബോധ്യപ്പെടാത്തത്? ഇവിടെ VD സതീശനെതിരായി 150 കോടി രൂപ കർണാടകയിൽ നിന്ന് മീൻവണ്ടിയിൽ കടത്തി എന്ന ആരോപണം ഉന്നയിച്ചതിന് എവിടെയെങ്കിലും 1 ഇഞ്ച് കഴഞ്ച് തെളിവുകൾ ഹാജരാക്കാൻ PV അൻവറിന് കഴിഞ്ഞിട്ടുണ്ടോ? അരക്കഴഞ്ച് തെളിവെങ്കിലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തർത്ഥത്തിലാണ് ഈ പറയുന്ന, നാളെ ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്കെതിരെയും UDFന്റെ മുഖ്യമന്ത്രിക്കെതിരെയും നാളെ ഇതുപോലെ ഒരു ആരോപണം കൊണ്ടുവരില്ല PV അൻവർ എന്ന് കോൺഗ്രസ് പാർട്ടിക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയുമോ? നാളെ സാദിഖ് അലി തങ്ങളെ അടക്കം വാരി വലിച്ച് തെരുവിൽ നിർത്തി തുടുതുണിയിരിക്കുന്ന തരത്തിൽ ആരോപണങ്ങളുമായി വരില്ല എന്ന് എപ്പോഴെങ്കിലും ഈ ലീഗിന് വിശ്വസിക്കാൻ കഴിയുമോ? ഈ പറയുന്ന ലീഗിനെ പോലും ചവിട്ടി തേച്ചുകൊണ്ടല്ലേ ആദ്യം ഏറനാട് മത്സരിക്കുന്നത്? ലീഗിനെ പോലും മൈൻഡ് ചെയ്യാതെ, ലീഗിനെ കാലിലിട്ട് ചവിട്ടി തേച്ചുകൊണ്ടല്ലേ, ലീഗിനെതിരെ എന്തോരോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് PV അൻവർ ഏറനാട് മത്സരിക്കുന്നത്. ഇപ്പോൾ ഏറെക്കുറെ അവിടെ നിന്ന് മത്സരിച്ച് നിലമ്പൂരിൽ നിന്ന് MLA ആയതിനു ശേഷം ലീഗിനെ വെറുതെ വിട്ടിട്ടുണ്ടോ PV അൻവർ? ഒരിക്കലുമില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് UDF ഇപ്പോൾ PV അൻവറിനോട് മൃതസമീപനം പുലർത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇതുതന്നെയായിരിക്കും ആവർത്തിക്കുക. PV അൻവർ സ്വയം ഒരു വലിയ ശക്തിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. ആ ശക്തിയെ നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ശക്തിയുടെ പുറത്താണ് ഇനിയും വോട്ട് നേടി UDF ജയിക്കുന്നത് എന്നുള്ളൊരു മിഥ്യാധാരണ പടർത്തുക. അതിനു മുമ്പ് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ വലിയ ഹീറോയാണെന്ന് കാണിക്കാൻ വേണ്ടി DFO ഓഫീസും അതോടൊപ്പം തന്നെ പോലീസുകാരെയും തെറിവിളിക്കുക. ആ കണ്ണൂരിൽ അങ്ങ് വെച്ചിരുന്നാൽ മതി എന്ന് പറയുന്ന തരത്തിൽ DYSPയോട് വരെ തട്ടിക്കയറുന്ന തരത്തിലേക്ക് PV അൻവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്ഥല ജല വിഭ്രമം ബാധിച്ച ഒരാളെ പോലെയാണ് സത്യത്തിൽ PV അൻവർ പെരുമാറുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. നാളെ ഒരു കാലത്ത് PV അൻവറിനെ തള്ളിപ്പറയും. അതുമാത്രമല്ല, PV അൻവർ നാളെ UDFനെയും തള്ളിപ്പറയുന്ന ഒരു കാലം അതിവിദൂരമൊന്നുമല്ല.